ഒരു നട്ടുച്ച നേരത്ത് കിണർവക്കിൽ വെച്ച് ക്രിസ്തു സമരിയാക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുകയാണ്. ആ കിണർവക്കിൽ ഇരുന്ന് അവൻ അവളോട് സംസാരിച്ചു. അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലേക്കും തീരാത്ത പ്രതിസന്ധികളിലേക്കുമൊക്കെ ക്രിസ്തു ഇറങ്ങിച്ചെല്ലുകയാണ്. അവൻ അവളോട് കുടിക്കാൻ ജലം ചോദിക്കുമ്പോൾ അവൾക്ക് അവന് കുടിക്കാൻ ജലം നൽകാനില്ല. കാരണം ഇവനൊരു യഹൂദനാണ്, അവളാകട്ടെ സമരിയാക്കാരി. ആ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാൻ ആരാണെന്ന് നീ അറിയുകയും എന്നോട് ചോദിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ദാഹിക്കാത്ത വിധം നിനക്ക് ഞാൻ ജീവന്റെ ജലം തരുവാനും. അതിനവൾ മറുപടി പറയുന്നത് ഇങ്ങനെ, നിന്റെ കയ്യിൽ തൊട്ടിയുമില്ല, വെള്ളം കോരാൻ കയറുമില്ല, പിന്നെ നീ എങ്ങനെ ജീവന്റെ ജലം തരും? ഈശോ വളരെ മനോഹരമാണ് അവരോട് സംസാരിക്കുന്നത്. ഇവളെന്നും ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടിരിക്കുക. ഈ കിണറ്റിൽ എത്ര ആഴമുണ്ടായിരുന്നു, ഇതിൽ എത്ര ജലമുണ്ടായിരുന്നു, ഇതിൽ നിന്ന് കോരി കുടിക്കുന്ന നിനക്ക് വീണ്ടും വീണ്ടും ദാഹിച്ചു. നീ വീട്ടിലെത്തുമ്പോൾ വീണ്ടും ദാഹിച്ച് നീ ഈ കിണറ്റിൻ കരയിൽ. ഇതാണ് എല്ലാ മനുഷ്യരുടെയും അവസ്ഥ. പാപം ഈ ഒടുങ്ങാത്ത ദാഹം. ദാഹം തീർക്കാനായിട്ട് വീണ്ടും വീണ്ടും നമ്മൾ കൊച്ചു കൊച്ചു കിണറുകൾ ആശ്രയിക്കുക. നമ്മുടെ സാന്ത്വനങ്ങൾ, നമ്മുടെ ആശ്വാസങ്ങൾ. പക്ഷേ ഈ തൃഷ്ണ ഒടുങ്ങാത്ത ജീവിതവുമായി നമ്മൾ മുമ്പോട്ട് പോകും. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, ചുറ്റും ഒരു ശരീരം പോലെ നിന്നെ മറച്ചു പിടിക്കുന്ന ഈ കിണറല്ല, അതിവിസ്തൃതമായ ഒരു കടൽ നിന്റെ മുന്നിലുണ്ട്. കിണർവക്കിൽ ആ കടൽ ഇരിക്കുകയാണ് ക്രിസ്തുവിന്റെ. ഒരിക്കലും നിനക്ക് ദാഹിക്കാത്ത വിധം ആവോളം കുടിക്കാൻ സമൃദ്ധമായ ജലം. അതാണ് ദൈവം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ദൈവത്തിൽ നിന്ന് നുകരാനായിട്ട് വിട്ടുകൊടുക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ തൃഷ്ണകൾ അവസാനിക്കും. പൂർണ്ണമായിട്ടും ആ മഹാ ഒഴുക്കിനായിട്ട് നമ്മളെ വിട്ടുകൊടുക്കും. ഇത് തിരിച്ചറിഞ്ഞ ആ സ്ത്രീ കുടം കിണറ്റിൻകരയിൽ ഉപേക്ഷിച്ചിട്ട് തിരികെ ഓടിപ്പോകുന്നതാണ്. കാരണം അവളിപ്പോൾ ഒരു കടലിലാണ്, ക്രിസ്തു എന്ന കടലിൽ. ഇനി എന്തിനാണ് ആ കുടം? നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടതാണ്. അവളോട് ഈശോ പറഞ്ഞു കൊടുത്തു, ആ മലയിലോ ജെറുസലേമിലോ അല്ല, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കും. നമ്മുടെ ഉള്ളിൽ ആ കടലുണ്ട്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തെ ജലസമൃദ്ധമാക്കുന്ന കടൽ. ആ കടൽ നമ്മുടെ ഉള്ളിലുണ്ട്. ആത്മാവിലും സത്യത്തിലും നമ്മുടെ ജീവിതത്തിന്റെ നൈർമല്യത്തിലും ജീവിതത്തിന്റെ ആന്തരിക അനുഭവങ്ങളിലൊക്കെ ആ ദൈവത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ സംതൃപ്തമാണ്. നമുക്ക് ഈ കാലം നമ്മളോട് പറയുന്നത്, പൊട്ടക്കിണറുകളിൽ ബൈബിൾ സൂചിപ്പിക്കുന്നത് പോലെ ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകളിൽ ആശ്രയിക്കും. മഹാകടലിൽ ഒന്ന് മുങ്ങി നിവരാൻ, ദൈവത്തിലേക്ക് പൂർണ്ണമായി ഇറങ്ങിച്ചെന്ന് നനയാൻ. നമ്മൾ കടപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരെ പോലെയാണ്. ദൈവം ഒരു കടലാണെങ്കിൽ കരയിൽ നമ്മൾ മാറി നിൽക്കും. കടൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കരയിലേക്ക് പോകും. കടൽ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കടലിലേക്ക്. കൂടിപ്പോയാൽ ഒരു തിര വന്ന് പാദം നനച്ചു പോകുന്ന തണുപ്പുമാണ്, അല്ലെങ്കിൽ കടൽക്കാറ്റേൽപ്പിക്കുന്ന കുളിരുമാണ്. പക്ഷേ ആ കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യമുണ്ട്. നമ്മുടെ ജീവിതം സംതൃപ്തമാണ്. ആ ധൈര്യത്തിനായി, കര ഉപേക്ഷിച്ച് കടലിലേക്ക് പോകാനുള്ള ഒരു ആത്മധൈര്യത്തിനായിട്ട് ഈ കാലം പ്രാർത്ഥിക്കാം. കാരണം അത് നമ്മുടെ ജീവിതത്തെ ജലസമൃദ്ധമാണ്.